അമേരിക്കയെ വരിഞ്ഞുമുറുക്കി വമ്പൻ ഊർജ്ജ പ്രതിസന്ധി വരികയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ അമേരിക്കയെ തന്നെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ്. വൈറ്റ് ഹൗസ് ഇതിനുള്ള ഭയാനകരമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എണ്ണയ്ക്ക് $150 മുതൽ $200 വരെ ആകുമെന്നുള്ള റിപ്പോർട്ടുകളിൽ ഇപ്പോൾ അമേരിക്ക നട്ടം തിരികുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചതിനെ തുടർന്ന് ആരംഭിച്ച യുദ്ധം ഇപ്പോൾ 2ാം മാസത്തിലേക്കാണ് കടക്കുന്നത്. തന്ത്രപരമായി പ്രധാനപ്പെട്ട ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ സംഘർഷം ലോകത്തിലെ എണ്ണ വാതക വിതരണ 20 മുതൽ 25% വരെ നേരിട്ട് ബാധിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം അസംസ്കൃത എണ്ണ വില ബാരലിന് $150 മുതൽ $200 വരെ എത്തിയേക്കാവുന്ന ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിന് വൈറ്റ് ഹൗസ് ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. അടുത്ത 6-8 ആഴ്ചത്തേക്ക് റോഡ് അടച്ചിട്ടാൽ വലിയ വില വർധന ഉറപ്പാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യുദ്ധത്തിന് മുമ്പ് ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $72 മാത്രമായിരുന്നു. ഇത് പിന്നീട് $119 ഉയർന്നു. എന്നിരുന്നാലും ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് സൂചന നൽകിയതിനു ശേഷം നിലവിൽ അത് $107 വ്യാപാരം നടക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് 6 മുതൽ 8 ആഴ്ച വരെ അടച്ചിട്ടാൽ എണ്ണ വിലയിൽ കുത്തനെയുള്ള വർധന ഉറപ്പാണെന്ന് ഊർജ്ജ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ബാരലിന് $100 ഇപ്പോൾ പുതിയ സാധാരണ നിലയിലേക്ക് മാറുമെന്നും സമീപ ഭാവിയിൽ വില $200 പോലും എത്തിയേക്കും US ട്രഷറി വകുപ്പ് ഇപ്പോൾ സൂചന നൽകുകയാണ്. പെട്രോൾ വില 35%, ഡീസൽ വില 45% വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ നേരിട്ടുള്ള ആഘാതം സാധാരണക്കാരിൽ കാണപ്പെടുന്നു. യുദ്ധത്തിന്റെ തുടക്കം മുതൽ പെട്രോളിന്റെ വില 35%, ഡീസലിന്റെ വില 45% വർദ്ധിപ്പിച്ചു. ഇന്ധനത്തിന്റെ വില വർധനവ് കാരണം അവശ്യവസ്തുക്കൾ, പലചരക്ക് സാധനങ്ങൾ, ഗതാഗതം എന്നിവ കൂടുതൽ ചെലവേറിയതായി തീരുമെന്നും ഇത് പുതിയ പണപ്പെരുപ്പ കണക്കിലേക്ക് നയിക്കുമെന്നും അമേരിക്കൻ വിദഗ്ധർ വിശ്വസിക്കുന്നു. സാഹചര്യം നിയന്ത്രിക്കുന്നതിന്, വില നിയന്ത്രിക്കുന്നതിന്, അടിയന്തര അധികാരങ്ങൾ ഉപയോഗിക്കുന്നതിന് വൈറ്റ് ഹൗസ് ഇപ്പോൾ വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വാർത്ത. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.